യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ള ദൈവജനമേ, ദൈവത്തിൻ്റെ വലിയ കൃപ ഈ 2021 നിങ്ങളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പങ്കെടുക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സൽഫലത്തെക്കുറിച്ചിട്ടാണ്. നല്ല ഫലം. ബൈബിളിൻ്റെ ഇടനാഴികളിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ സൽഫലം പുറപ്പെടുവിക്കുന്ന ഒരു ദൈവജനത്തെ കാത്തിരിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവവചനങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് ആമുഖമായിട്ടൊരു ദൈവവചനത്തിലൂടെ ഒന്ന് ചിന്തിച്ച് കടന്നു പോകാം. വചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. 2 തലങ്ങളായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-16 വചനം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒന്ന്, നമ്മളല്ല ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് എന്നെയും നിങ്ങളേക്കും ദൈവസന്നിധിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തിരഞ്ഞെടുക്കുന്നു. രണ്ടാമത് ഈ വചനത്തിൻ്റെ ഭാഗം പറയുന്നത്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പം നമ്മിൽ നിന്ന് ദൈവം നമ്മളെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മിലൂടെ ലോകത്ത് ഫലമുണ്ടാകണം. അപ്പോൾ നൽഫലം ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, എങ്ങനെ നമ്മളെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ ലോകത്ത് ഫലമുണ്ടാക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ചെടി നട്ട ഒരു കർഷകന് അതിൻ്റെ ഫലം അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നട്ടവനാണ് ഏറ്റവും കൂടുതൽ ആ ഫലത്തെക്കുറിച്ച് അറിയാനും അതിനെ വളർത്താനുള്ള ആഗ്രഹം ഉണ്ടാകും. എന്നാൽ നടാത്ത പലരും നട്ടതിനെ പലതിനെയും കുറിച്ച് വിധിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, പലപ്പോഴും ഒരു ചെടി നട്ടവന് ആ ചെടി എങ്ങനെയായി തീരണമെന്ന് ഒരു വലിയ പ്രത്യാശയുണ്ട്. എന്നാൽ ഇതൊന്നും നടാത്ത വ്യക്തി ചിലപ്പോൾ പോകുന്ന വഴിയിലൂടെ കടന്നു പോകും. അതൊന്നും അധികം ഫലം ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ, അത് അങ്ങനത്തെ ചെടിയാണെന്ന് പറഞ്ഞ് വിധിക്കുന്ന ഈ ലോകമുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പിശാച് അതുപോലെയാണ്. അവനായിട്ട് നട്ടതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവമാണ് നട്ടതെങ്കിൽ ദൈവത്തിന് ഈ നട്ടതിനെ കുറിച്ചൊരു ഹിതമുണ്ട്. അതുകൊണ്ട് നടാത്തവൻ പറയുന്ന ഹിതത്തിലേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കാട്ടുമുന്തിരിപ്പഴവും നല്ല മുന്തിരിപ്പഴം. ഈ കാട്ടുമുന്തിരിപ്പഴങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ നടാത്തവൻ നട്ടതിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോഴാണ്. പലപ്പോഴും പിശാചിന് ഈ ലോകത്തുള്ള ജനത്തെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്, ഒരിക്കലും ഇവരൊന്നും നന്നാവില്ല, ഇവരൊരിക്കലും ശരിയാകില്ല. സ്നേഹമുള്ളവരെ, അത് കേൾക്കുന്നവരായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത്. അതുകൊണ്ട് നട്ടവന് അതിനെപ്പറ്റി വലിയൊരു അഭിപ്രായമുണ്ട്. എന്നെ നട്ട ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയൊരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നൽഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ അഭിഷേകം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മിൽ നല്ല ഫലം ഉണ്ടാകാൻ ദൈവം നമ്മിലേക്ക് തന്നിട്ടിരിക്കുന്ന കൃപകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് 2 തരത്തിലുള്ള പഴങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഫലങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നു. അത് പഴയ നിയമവും പുതിയ നിയമവും വായിക്കുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലാക്കാം, പഴയ നിയമത്തിലെ ഒരു വൃക്ഷത്തിന് മുന്നിൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുന്നുണ്ട്. അതൊരു ഫലം തിന്നാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. അത് നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം. അതിൽ നിന്ന് തിന്നരുതെന്ന് ദൈവം പറഞ്ഞു. അത് പറിച്ചു തിന്നുന്ന ആദ്യ മാതാപിതാക്കൾ പാപത്തിൽ വീണുപോകുന്നു. സ്നേഹമുള്ളവരെ, അപ്പോൾ ഒരു വൃക്ഷത്തിലെ ഫലം ഒരു ജീവിതത്തെ പാപത്തിലേക്ക് നയിച്ചുവെങ്കിൽ ഇനി പുതിയ നിയമത്തിൽ മറ്റൊരു ഫലത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. കാൽവരിയിലെ ഒരു കുരിശിന്മേൽ ഉണ്ടായ ഫലം, അതാണ് ദിവ്യകാരുണ്യം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ. ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിൽ ഒരു വൃക്ഷത്തിലെ ഫലം തിന്ന് പാപത്തിലേക്ക് വീണുപോയ ജനത്തെ പുതിയ നിയമത്തിൽ മറ്റൊരു വൃക്ഷം കാൽവരി മലയിൽ നാട്ടപ്പെട്ടപ്പോൾ കുരിശന്മേൽ പച്ചമരത്തിന്മേൽ നാട്ടപ്പെട്ട് അത് മാംസമായിട്ട് അത് പറിച്ചു തിന്ന ജനം മുഴുവനും രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് നമ്മിലെല്ലാം ഇപ്പോഴുള്ളത് ഈ നൽഫലം, കാൽവരിയിലെ എല്ലാവരോടും പറിച്ചു തിന്നാൻ പറഞ്ഞ ഫലത്തിൻ്റെ കൃപ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ വരേണ്ടത്. അതുകൊണ്ട് ബൈബിളിലെ 2 ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, 2 ഫലങ്ങളുടെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തത് ആദത്തെക്കുറിച്ചാണ്.
പഴയ നിയമത്തിലെ തിന്മ പ്രവർത്തിച്ച വ്യക്തിയാണ് ആദം. ആദം തിന്ന പഴം അവനെ പാപത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവാകുന്ന ഫലം, അത് നന്മയുടെ, ആദം തിന്നതിൻ്റെ പരിഹാരമായിട്ട്, സകല പാപികളുടെയും പാപത്തിന് പരിഹാരമായിട്ട് യേശു ക്രിസ്തു സ്വന്തം ശരീരത്തെ ഫലമായിട്ട് നമുക്ക് നൽകി. ഈ ഒരു ഫലം സ്വീകരിക്കുന്ന എല്ലാ മക്കളും നൽഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഓരോ ക്രൈസ്തവൻ്റെയും ക്രിസ്തു വിശ്വാസിയുടെയും ജീവിത അടിസ്ഥാനം എന്ന് പറയുന്നത് നൽഫലം ഈ ലോകത്ത് പുറപ്പെടുവിക്കണം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ആദവും ക്രിസ്തുവും. രണ്ടു പേരെ കുറിച്ച് പറയുകയാണ് റോമക്കാർക്ക് എഴുതിയ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു വലിയ വചനഭാഗമാണ്. നമുക്കതിലെ ഒരു വചനം കേൾക്കാം. 5-ാം അധ്യായം 12-ാം വാക്യം: ഒരു മനുഷ്യൻ മൂലം പാപവും, പാപം മൂലം മരണവും ലോകത്തെ പ്രവേശിച്ചു. അതാരാണ് ആ മനുഷ്യൻ? അവനാണ് ആദം. ആദം മൂലം ഈ ലോകത്തിലേക്ക് പാപവും, പാപം മൂലം മരണവും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു. അങ്ങനെ ഈ ആദത്തിൻ്റെ പാപം മൂലം എല്ലാവരിലേക്കും മരണം വ്യാപിക്കാൻ ഇടവന്നു. തുടർന്ന് 5-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു വ്യക്തിയുടെ പാപം മൂലം മറ്റെല്ലാവരിലേക്കും പാപം വന്നുവെങ്കിൽ ഈ പാപത്തെ നശിപ്പിക്കാൻ ഒരു കൃപയുടെ ദാനം ഈ ലോകത്തിലേക്ക് വന്നു. ഒരു മനുഷ്യൻ മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ കൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം കൃപാദാനവും അനേകർക്ക് എത്രയോ അധികമായി സമൃദ്ധിക്ക് കാരണമായി. അപ്പോൾ ആദം ചെയ്ത പാപം മൂലം മരണം ഈ ലോകത്ത് വന്നുവെങ്കിലും യേശുക്രിസ്തുവെന്ന സത്യത്തിലേക്ക് കടന്നു വന്ന ജീവിതങ്ങളിലേക്ക് ഈ കൃപാദാനം ചൊരിയപ്പെട്ടു. അങ്ങനെ എല്ലാ മനുഷ്യരും സൽഫലമുള്ളവരായി, വിശുദ്ധരായിട്ട് മാറി. സ്നേഹമുള്ളവരെ, സൽഫലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ക്രിസ്തു അനുകരണങ്ങൾ സ്വന്തമാക്കുന്നവരാണ് നല്ല ഫലങ്ങൾ ഈ ലോകത്ത് പുറപ്പെടുവിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനൊക്കെയും നൽഫലം പുറപ്പെടുവിക്കാൻ, നല്ല ഫലം ഈ ലോകത്തുണ്ടാകാൻ വേണ്ടി ദൈവം അയച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ ക്രിസ്തു അനുകരണമാണ്. ആദത്തിൻ്റെ അനുകരണങ്ങളല്ല, ക്രിസ്തു അനുകരണങ്ങൾ ജീവിതത്തിൽ വന്ന വലിയ കൃപ വരും. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്: ഒരുവൻ്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു വ്യക്തിയുടെ പാപത്തിൽ നിന്നുണ്ടായ ഫലം, അത് കാട്ടുമുന്തിരിപ്പഴം പോലെയുള്ള പാപത്തിൻ്റെ ഫലം ആദം വഴി ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നുവെങ്കിൽ അതുപോലെയല്ല ഒരു പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ വിധിയും ശിക്ഷയും എന്നാൽ അനേകർക്ക് കാരണമായെങ്കിൽ യേശു ക്രിസ്തു വഴിയുള്ള രക്ഷ അനേകരിലേക്ക് നല്ല ഫലം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമുക്ക് നോക്കിയാൽ അറിയാം, വിശുദ്ധരുടെയൊക്കെ ജീവിതം നോക്കിയാൽ അവർ ക്രിസ്തു അനുകരണത്തിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ജീവിതം ക്രിസ്തുവിനെ പോലെയായി. അതുകൊണ്ട് ജനം പറയുന്നുണ്ട്, ഇതാ ക്രിസ്തുവിൻ്റെ പോലെയുള്ളൊരു മനുഷ്യൻ. അതുകൊണ്ട് ക്രിസ്തു അനുകരണം വഴി നല്ല ഫലം ഒരു ജീവിതത്തിൽ കടന്നു വന്നു. എങ്ങനെയാണ് നല്ല ഫലം ഉണ്ടാകുക? അത് പ്രധാനപ്പെട്ടതാണ്. അതിന് വേണ്ടത് അഴുകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നല്ല ഗുണമുള്ള വിത്ത് നമ്മുടെയൊക്കെ നാട്ടിലെ നെൽകൃഷി ഇടങ്ങളിലേക്കും നല്ല വിത്ത്, നമ്മൾ ഏറ്റവും നല്ല വിത്ത് കൃഷിയിടങ്ങളിൽ കൊണ്ടുവന്നിട്ട് അത് ഈ ചെളി പുരണ്ട, ചെളി വീണ് കിടക്കുന്ന ഈ കോൾപ്പാടങ്ങളിൽ അല്ലെങ്കിൽ നെൽകൃഷി ഇടങ്ങളിലേക്ക് ഈ കർഷകൻ വിതച്ചിടും. യഥാർത്ഥത്തിൽ ആ വിത്ത് നല്ല ഗുണമുള്ളതാണ്. എന്നാൽ ചെളി പിടിച്ച ചെളിയിലേക്ക് ഇത് എറിഞ്ഞു കഴിയുമ്പോൾ ആ ചെളിയിൽ കിടന്ന് അത് വിത്ത് ചെടിയായിട്ട് മാറുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അഴുകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഫലം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതി അഴുകിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ പ്രതി സഹിച്ച് അഴുകലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒത്തിരി നല്ല ഫലം ഉണ്ടാകും. നമുക്കറിയാം, ഈ ലോകമെല്ലാം ചെളി പിടിച്ചതാണ്, അല്ലെങ്കിൽ പാപത്തിൻ്റെ ചെളി കൊണ്ട് വീണ് കിടക്കുന്ന. അവിടെ നീ ആകുന്ന ജീവിതത്തെ ക്രിസ്തുവിലേക്ക് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകുന്ന ഫലം ക്രിസ്തുവിൻ്റെതായി മാറും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് പറയുന്നത്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ല, അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. സ്നേഹമുള്ളവരെ, ഫലം ഉണ്ടാകണമെങ്കിൽ അഴുകണം. ഈ ലോകത്തിലെ പാപത്തെ പുലുകാതെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പൊതിഞ്ഞുകൊണ്ട് നീ അഴുകിയാൽ നിന്നിൽ ഒത്തിരി ഫലം ഉണ്ടാകും. പലപ്പോഴും ഞാൻ ഒരിക്കലും ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ നെൽകൃഷി ഇടങ്ങളിലുള്ള ഒരു സ്ഥലത്താണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി ഇങ്ങനെ ഈ നെല്ലുകൾ ഉണ്ടാകുമ്പോൾ അച്ഛൻ പറയാറുണ്ട്, ഈ വിത്തിന് വളരെ ഗുണമുണ്ട്, ഇതിന് ഒത്തിരി ഫലം ഉണ്ടാകും. എന്നാൽ നല്ല നിലത്ത് ഇതിട്ടില്ലെങ്കിൽ നല്ല ഫലം ഉണ്ടാകില്ല.
ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല നിലങ്ങളുണ്ട്. കൗദാശിക ജീവിതങ്ങൾ, പ്രാർത്ഥനാ ജീവിതങ്ങളൊക്കെ നല്ല നിലങ്ങളാണ്. അവിടെയൊക്കെയും പാപത്തിന് കടന്നു വരാനുള്ള സാധ്യതകളുണ്ടെങ്കിലും ആ നല്ല നിലത്ത് ഞാൻ ക്രിസ്തുവിനാൽ പൊതിയപ്പെട്ട് അഴിഞ്ഞില്ലാതെയാകുമ്പോൾ എൻ്റെ ജീവിതം അനേകർക്ക് നല്ല ഫലത്തിൻ്റെ കൃപയായിട്ട് മാറും. സ്നേഹമുള്ളവരെ, അതുപോലെ തന്നെ വിത്തിൻ്റെ ഉപമ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എപ്പോഴും യേശു ഉപമകളിലൂടെ പറഞ്ഞേക്കണം. ഞാൻ ചിന്തിക്കുകയാണ്, 2 ഉപമകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തെ ആഴമായിട്ട് ഈശോ സ്പർശിച്ചു. ഒന്ന് മുന്തിരിച്ചെടിയും അതിൻ്റെ വള്ളികളും അതിനെക്കുറിച്ചുള്ള ഉപമ. അതുപോലെ തന്നെയാണ് വിത്തിൻ്റെ ഉപമ. പലപ്പോഴും ഒത്തിരി പ്രാവശ്യം ഈശോ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് വിത്തിൻ്റെ ഉപമ. നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങൾ 29 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് വിത്തിൻ്റെ ഉപമയിൽ പറയുന്നത്? യേശു പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അപ്പോൾ ഈശോ ആദ്യം തന്നെ പറയുന്നത് ദൈവരാജ്യം, ഈ ലോകത്തിലെ സ്വർഗരാജ്യം, ദൈവരാജ്യം അല്ലെങ്കിൽ ഇതിനു ശേഷമുള്ള മരണത്തിന് ശേഷമുള്ള രാജ്യം എന്താണെന്ന് അവരെ പഠിപ്പിക്കുക. ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. ആരാണ് ഒരുവൻ? ദൈവം, പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഈശോയുടെ കയ്യിൽ നമ്മളാകുന്ന വിത്തുകളെ കൊടുക്കുകയാണ്. ഈ വിത്ത് ഈ നിലങ്ങളിലിടാണ്. ഈ ഭൂമിയിൽ ചിലപ്പോൾ കേരളത്തിലായിരിക്കാം, കെനിയയിലായിരിക്കാം, ആഫ്രിക്കയിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം നിന്നെ വിതച്ചിരിക്കുക. കർത്താവ് പിതാവായ ദൈവം ഈ ഭൂമിയിലെ പലയിടങ്ങളിൽ, നിങ്ങൾ പലയിടങ്ങളിലായിരിക്കുന്നുണ്ടാവും, നിങ്ങൾ അവിടെ വിതച്ചിരിക്കുക. എന്തിനു വേണ്ടി? നല്ല ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി. എന്നിട്ട് വചനം പറയാം, എന്നിട്ട് അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു, അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. ദൈവം നമ്മൾ ഈ ലോകത്തിലേക്ക് അയച്ച് ദൈവം സ്വസ്ഥമായിട്ട് ഈ അമരത്തിരുന്നുറങ്ങുന്ന കർത്താവിനെ നമുക്കറിയാലോ. കടൽ എത്ര പ്രക്ഷുബ്ധമാകുമ്പോഴും അമരത്തിരുന്ന് അവൻ ശാന്തമായിട്ട് ഉറങ്ങുകയാണ് വഞ്ചിയുടെ. ഇതുപോലെ കർത്താവ് ഉറങ്ങി വിശ്രമിക്കും. തൻ്റെ മക്കള് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വിശ്വാസം കർത്താവിനുണ്ട്. അതുകൊണ്ട് നമ്മളെ പലയിടങ്ങളിൽ വിത്ത് വിതച്ചിട്ട് അവൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഫലം ചൂടി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കാണാൻ. ഞാനാകുന്ന പൗരോഹിത്യത്തിൽ ഫലം ചൂടി നിൽക്കുന്നത് കാണാൻ കർത്താവ് പിതാവായ ദൈവം തൻ്റെ പുത്രനാകുന്ന കർഷകനിൽ വിത്ത് കൊടുത്തു വിട്ടിരിക്കുക. ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ പറിച്ചെടുത്ത് ഒരു ശുശ്രൂഷകനായിട്ട്, ഒരു പുരോഹിതനായി മാറ്റിയത് അതിനാണ്. അതുപോലെ ഒരു കുടുംബജീവിതത്തിലേക്ക് നയിച്ച നിങ്ങളേക്കും ഇതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുക. എന്നിട്ട് വചനം പറയുന്നത് തുടർന്ന് ഇങ്ങനെയാണ് പറയണേ, ആദ്യം ഇല, പിന്നെ കതിര്, തുടർന്ന് കതിരിൽ ധാന്യമണികൾ, ഇങ്ങനെ ഭൂമിയിൽ ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ, കൊയ്ത്തിന് കാലമാകുമ്പോൾ അവൻ അരിവാള് വയ്ക്കുന്നു. ഇതാണ് ആ വചനത്തിൻ്റെ 2-ാം ഭാഗം. ഇങ്ങനെയാണ് ആദ്യം ഉണ്ടാകുന്നത് ഇലകളാണ്. നമ്മളൊക്കെയും ഈ ലോകത്ത് ജനിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ സാഹചര്യങ്ങൾ, വിശ്വാസം, പ്രാർത്ഥന, ജപമാല, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചന ശുശ്രൂഷകൾ, ദിവ്യബലികൾ, നല്ല കുമ്പസാരങ്ങൾ, ഇതെല്ലാം നമ്മിൽ എന്തുണ്ടാവും പറയും? പുണ്യത്തിൻ്റെ ഇലകൾ പൂക്കാൻ തുടങ്ങും. അതാണ് വചനം പറയണത്. ആദ്യം ഉണ്ടാകുക ഇലകളാണ്. ഇവൻ കേട്ട വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഇവൻ എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ ഇവൻ്റെ ജീവിതത്തിലെ നല്ല പുണ്യങ്ങളുടെ ഇലയുണ്ടാവും. സ്നേഹത്തിൻ്റെ, ദയയുടെ, നന്മയുടെ, വിശ്വസ്തതയുടെ, സൗമ്യതയുടെ, ആത്മസംയമനത്തിൻ്റെ ഇലകൾ അവൻ്റെ വൃക്ഷത്തിൽ ചൂടി നിൽക്കും. അപ്പോൾ നമുക്കറിയാം, ചില ചെടികൾ കണ്ടാലറിയാം, ആ ചെടിയുടെ ഇല കണ്ടാലറിയാം അത് നല്ല സന്തോഷത്തിലാണ്. ചില മരത്തിന് മുന്നിൽ പോയി അല്ലെങ്കിൽ ചില ചെടികളുടെ മുന്നിൽ പോയി അത് ഉണങ്ങി നിൽക്കുന്നതാണ്. അതിന് സന്തോഷമില്ല. അത് കാരണം എന്താ? അതിന് ചിലപ്പോൾ ജലം കിട്ടുന്നുണ്ടാവില്ല. ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളല്ല അതിനെ വെയില്, ഈ ലോകത്തിന് മോഹമാകുന്ന വെയിലുകൾ അതിനെ ചൂഴ്ന്ന് ഉണക്കി കളയുന്നുണ്ടാവും. എന്നാൽ ചില ചെടികൾ അടിയിൽ വെള്ളമൊഴുക്കുണ്ടാകുമ്പോൾ, ജീവജലത്തിൻ്റെ നീരറിവുകൾ അതിനടിയിലുണ്ടെങ്കിൽ അതിന് എത്ര ചൂടടിച്ചാലും അതിൻ്റെ ഇലകൾ എപ്പോഴും ഫ്രഷായിട്ട് നിൽക്കുന്നതാണ്. ഇതുപോലെയാണ് സ്നേഹമുള്ളവർ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ, പ്രത്യേകിച്ച് ഈ 21-ാമത്തെ നൂറ്റാണ്ടിൻ്റെ കാലഘട്ടങ്ങളിൽ പല പ്രതിസന്ധികളും ചുറ്റുപാടുകളും നമ്മൾ നിറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുണ്യത്തിൻ്റെ ഇലകൾ വിരിഞ്ഞു നിൽക്കണം. അവിടെയാണ് നമ്മൾ നോക്കുന്ന ജനം പറയും, ആ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ആ ക്രിസ്തു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും അവനെ ആർക്കും കുലുക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ വേരിൽ പരിശുദ്ധാത്മാവിൻ്റെ ജീവജലം ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഇല എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഭംഗിയിൽ നിൽക്കുന്നത്. രണ്ടാമത് പറയുന്നത് പിന്നെ കതിരുകളാണ്. ഒരു ഇല വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നെൽകൃഷി ഇടങ്ങളിൽ ഈ ഇല വന്നു കഴിയുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ കതിര് വരും, മനോഹരമായ കതിരുകൾ വരും. ഈ കതിരുകളെല്ലാം ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും. ഇതുപോലെ ഈ പുണ്യത്തിൻ്റെ ഇലയിൽ നിന്ന് ഒരു കതിര് വരികയാണ് സ്നേഹമുള്ളവരെ. അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന കതിര് വരണം. ഈ വിശുദ്ധി എന്ന കതിരാണ് പിന്നീട് കൊയ്യപ്പെടുന്നത്. ഈ കൊയ്യപ്പെടുമ്പോൾ അവൻ ചെയ്ത പുണ്യങ്ങൾ, അവൻ ഏറ്റെടുത്ത സഹനങ്ങൾ, ലോകത്തിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഉണ്ടായ സമയത്ത് അതിനെ കണ്ടതും നേരിട്ടതുമായ കൃപകൾ അവൻ്റെ ഉള്ളിലും. തുറന്നു പറയുക, ഈ കതിരുകളിൽ നിന്ന് ധാന്യമണികൾ ഉണ്ടാവും.
ചിലപ്പോൾ ഒരു അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും, വിശുദ്ധനായി ജീവിക്കുന്ന അപ്പനമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളാകുന്ന ധാന്യമണികൾ, ഒരു നല്ല പുരോഹിതന്റെ ഇടവകയിൽ നിന്ന് ഒത്തിരി നല്ല ധാന്യമണികൾ, ഒരു നല്ല സന്യാസ സമൂഹത്തിൽ നിന്ന് ഒത്തിരി നല്ല ധാന്യമണികൾ സഭയിലേക്ക്, ഈ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മളാകുന്ന കതിരുകളെ ധാന്യമണികൾ കൊണ്ട് നിറയ്ക്കണം. കുടുംബങ്ങളിൽ നിറയ്ക്കണം, സഭയിൽ നിറയ്ക്കണം, ഇടവകളിൽ നിറയണം. അങ്ങനെ സമൂഹത്തിൽ നിറയപ്പെടുമ്പോഴാണ് കൃപ വരിക. എന്നിട്ട് പറയാണ്, അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തെ അവസാനം ദൈവം എന്ത് ചെയ്യും? ധാന്യം വിളഞ്ഞു കഴിയുമ്പോൾ, കൊയ്ത്തിന് കാലമാകുമ്പോൾ അതിന് അരിവാൾ വയ്ക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ വിധി, മരണം എന്ന് പറഞ്ഞ കാര്യം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അരിവാൾ വയ്ക്കും. നമ്മളാകുന്ന കതിരുകളെല്ലാം ഒരിക്കൽ മുറിക്കപ്പെടും. അന്ന് നമ്മൾ പറയും സമയമായി, മരണമായി. അവിടെ ദൈവം നോക്കുന്നറിയോ? ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ നെല്ല്, പാകമായ നെല്ലുകൾ എടുക്കുമ്പോൾ ഇതിൽ ഫലമൊന്നുമില്ലല്ലോ, ആ കതിരെടുത്ത് തീയിലിടും. അങ്ങനെ വചനം പറയണേ, ബാക്കിയുള്ളതെല്ലാം തീയിലിട്ട് കത്തിച്ചു കളയും. കാരണം ഉപകാരമില്ല, ഒരു ഫലം പോലും ഇല്ലാത്ത കതിരായി മാറി. സ്നേഹമുള്ളവർ, തിരിച്ചറിയുക, മരണം എന്ന സത്യത്തിലേക്ക് അടുക്കുമ്പോഴേക്കും നന്മ ചെയ്യാനുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ ചുരുക്കമാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇനിയുള്ളൊരു കാലഘട്ടം, ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടം ഫലം പുറപ്പെടുവിക്കണം. നല്ലതിനെ നോക്കി നിൽക്കുന്ന ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നല്ല നിലമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 8:15, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വചനം. നല്ല നിലത്ത് വീണതോ വചനം കേട്ട്. അപ്പം നല്ല നിലത്ത് വീണാലേ വചനം കേൾക്കുള്ളൂ. സ്നേഹമുള്ളവർ, ഇന്ന് ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടങ്ങളിൽ ഇന്ന് ദേവാലയങ്ങൾ തുറക്കപ്പെടുന്ന കാര്യത്തിലൊന്നും ആർക്കും വലിയ തീഷ്ണതയില്ല. എല്ലാം ഓൺലൈനുകളിലല്ല സ്നേഹമുള്ളവരെ. നമ്മുടെ ഇടവക ദേവാലയം തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് പറയുന്ന ഏറ്റവും പ്രായാധിക്യത്വമുള്ള വ്യക്തികൾക്കൊന്നും ചിലപ്പോൾ ബലിയർപ്പണത്തിന് പോകാൻ പറ്റണമെന്നില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച്. എന്നാൽ പ്രായം കുറഞ്ഞ യുവജനങ്ങൾ, അങ്ങനെയുള്ളവർക്കൊന്നും ഇന്ന് ദേവാലയത്തിൽ എല്ലാം ഓൺലൈൻ മതിയെന്നായി. സ്നേഹമുള്ളവരെ, ഇതാണ് പറയുന്നത്, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഫലം പുറപ്പെടും. നല്ല നിലത്ത് വീണാലേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിർമ്മല ഹൃദയത്തിൽ നമ്മുടെ ഹൃദയം നിർമ്മലമാണെങ്കിൽ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ വരുമ്പോഴാണ് നല്ല നിലമായിട്ട് നമ്മുടെ ജീവിതം മാറുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 8:14 മുള്ളുകൾക്കിടയിൽ വീണത് വചനം കേൾക്കുമെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയും. ഈ കാലഘട്ടത്തിൽ വലിയ വിശ്വാസികൾ, പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞ മനുഷ്യരൊക്കെ ഇന്ന് ഞെരുക്കത്തിലാണ്. വചനം കേട്ടിട്ട് മുള്ളുകളുടെ ഇടയിലാണ് കൊണ്ടുവരും. കർത്താവ്, എന്തുകൊണ്ട് ഇങ്ങനെ സഹനം? എന്തുകൊണ്ട് ഞങ്ങളുടെ കഷ്ടത മാറുന്നില്ല? എന്തുകൊണ്ട്? കാരണം ഫലമുണ്ടെന്ന് പറയുന്നവർ പലരും ഫലം എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനം ഉണ്ടാകണം. മുള്ളുകൾക്കിടയിൽ നിന്റെ ഫലത്തെ നീ ഒളിപ്പിച്ചു വെക്കരുത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അത് ജീവിത ക്ലേശം വരുമ്പോൾ, ഒരു കൊറോണ വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അതെല്ലാം അതിൽ ഞെരുങ്ങും. എന്തിനു പ്രാർത്ഥിച്ചിട്ട് കാര്യം? പ്രാർത്ഥിച്ചതുകൊണ്ട് ഫലമുണ്ടോ എന്ന് ചോദിക്കും. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ ഫലം എന്നത് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ദൈവം തരുന്ന ഒരു വലിയ സുഹൃതമാണ്. വിശുദ്ധി ജീവിക്കാൻ കിട്ടുന്ന ഒരു സുഹൃതം. അതാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 3:9 പറയുന്നുണ്ട്, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു, നല്ല ഫലം നൽകാത്ത വൃക്ഷം വെട്ടി തീയിലെറിയപ്പെടും. ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം, വെട്ടി തീയിലെറിയപ്പെടുന്ന ഒരു ജീവിതമായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? മാതാപിതാക്കളെ, നിങ്ങളൊക്കെ വെട്ടി തീയിലെറിയപ്പെടാൻ വേണ്ടി ജീവിച്ചാൽ മക്കളും തീയിലെറിയപ്പെടും. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയാറില്ലേ? ഒരു വിത്തിന്റെ ഗുണം 10 ഗുണമായിട്ട് ലോകത്ത് വരും. അത് പാപമാണെങ്കിൽ, ഒരു അപ്പന്റെ പാപമാണെങ്കിൽ മക്കളിൽ 10 ഗുണമായിട്ട് വരും. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയ ജീവിതങ്ങളെല്ലാം ഇതുപോലെ കടന്നു പോവുക. ഈ വിത്ത് ഗുണം 10 ഗുണമായിട്ട് കടന്നു പോവുക. അതുകൊണ്ട് ഇനി വൃക്ഷത്തിന് കോടാലി വെക്കപ്പെട്ടാൽ, അപ്പന്റെ വൃക്ഷത്തിന് കോടാലി വെക്കപ്പെടുമ്പോൾ മക്കളുടെ ജീവിതത്തിനും കോടാലി വെക്കപ്പെടുകയാണ്. അപ്പൊ അപ്പൻ എന്ന ഫലഭൂയിഷ്ടമാകുമ്പോൾ മക്കളിലും അതിൻ്റെ കൃപ കടന്നു വരും. സ്നേഹമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 19 മുതൽ 23 വരെയുള്ള വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പാപത്തിന് അടിമകളാകുമ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരിക്കും. നിങ്ങൾ പാപത്തിന് അടിമകളാകുമ്പോൾ നിയമത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഫലം കിട്ടും. അപ്പം നമുക്കറിയാം, പാപം എന്നതൊരു ലജ്ജാകരമായ കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുഖങ്ങളൊന്നും നിലനിൽക്കുന്നില്ലെന്ന സത്യമാണ്.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം ഈ നിലനിൽക്കാത്ത സന്തോഷങ്ങളുടെ പുറകെ പോകരുത്. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാകരമായി തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമല്ലേ? അതുകൊണ്ട് ലജ്ജാകരമായ പാപപ്രവർത്തികളിൽ, വിശ്വാസത്തിൻ്റെ അവിശ്വാസ പ്രവർത്തികളിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കണം. അവിടെയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ഒന്നാമത്തത്, നീതിയുടെ അടിമകളാകണം, സത്യത്തിൻ്റെ അടിമകളാകണം. ദൈവം നമ്മിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ നീതിയുള്ളവൻ്റെ ജീവിതത്തിൽ എന്നും ഫലമുണ്ടാകും. പിന്നീട് പറയുന്നത്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. ഒരു ഫലം കണ്ടാൽ അറിയാം, ഒരു കുഞ്ഞിനെ കണ്ടാൽ അറിയാം ആ കുഞ്ഞിൻ്റെ അപ്പൻ അമ്മ ആരാണ്. ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിൽ ഒരു കുഞ്ഞിനെ കണ്ടുമുട്ടാൻ ഇടവന്നു. ആ കുഞ്ഞിൻ്റെ അപ്പൻ അമ്മ ആരാണെന്ന് ആ കുഞ്ഞിനെ കണ്ടാൽ മനസ്സിലാവും. കാരണം ഒരു പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ഭക്തിയില്ല. ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ഈ കുഞ്ഞ് വീണ് നശിച്ചു പോയപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അറിയാം അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്താണ്. അങ്ങനെയുള്ളവരെ, അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെ, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. ഒരു അപ്പനും അമ്മയും നല്ല വൃക്ഷമാണെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും ഒരു ചീത്ത ഫലം ഉണ്ടാകില്ല. അതിനും പറയുക, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും പുറപ്പെടുവിക്കില്ല. നമ്മൾ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളൊക്കെയും ജീവിതത്തിൽ പാപത്തിൻ്റെ സുഖങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെപ്പോലെ ആകില്ല നമ്മുടെ മക്കളെന്ന്. അതേ DNA-യിൽ നിന്നും അതേ RNA എല്ലാം നമ്മുടെ രക്തത്തിൻ്റെ കോശങ്ങളിൽ നിന്നുണ്ടായി കുഞ്ഞിന് നമ്മളാകുന്ന ബലഹീനതകളും വേദനകളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാം, ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയാം. ഒരു വൃക്ഷത്തിൻ്റെ ഫലം കണ്ടാൽ അറിയാം ആ വൃക്ഷം എന്താണെന്ന്. അത് എത്ര പഠിപ്പുള്ള കുഞ്ഞാണെങ്കിലും, അറിവിൽ റാങ്ക് ഹോൾഡർ ആണെങ്കിലും, ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും എന്തൊക്കെ പാപം ചെയ്യുന്നുണ്ടെന്ന് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ പാപ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ അറിയാം. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ല. നല്ല മനുഷ്യൻ്റെ നല്ല ഹൃദയത്തിൽ നിന്ന്, നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ്റെ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഒരു മനുഷ്യ ഹൃദയത്തിൽ നിന്നാണ് മറ്റൊരു ജീവിതം ജന്മം കൊള്ളുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം, സഭയിലെ വ്യക്തികൾ ഉണ്ടാകണം. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്നറിയോ? ഫലമില്ലാത്ത, ഫലം ചൂടാത്ത, അശുദ്ധിയുള്ള കാട്ടുമുന്തിരിപ്പഴങ്ങൾ ഇന്ന് ഞെരിഞ്ഞു കളയുക. നമുക്കറിയാം, ഒരു നല്ല മുന്തിരിച്ചെടിയിൽ ഒരിക്കലും പുളിയുള്ള മുന്തിരി ഉണ്ടാകണമെന്നില്ല. മധുരമുള്ള മുന്തിരിയിൽ ഒരിക്കലും കാട്ടുമുന്തിരിപ്പഴം വരില്ല. കാട്ടുമുന്തിരി ചെടിയിൽ മാത്രമാണ് കാട്ടുമുന്തിരിപ്പഴം വരിക. അതുകൊണ്ട് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കോപത്തിൻ്റെ, ജഡികാസക്തിയുടെ തിന്മകൾ, കാട്ടുമുന്തിരിപ്പഴങ്ങൾ ഉണ്ടാക്കാൻ നിന്റെ ശരീരത്തിൽ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റണം. അവിടെയാ നല്ല ഫലം പുറപ്പെടുവിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്തോസ് 10:15, റോമാക്കാർക്ക് എഴുതിയ ലേഖനമല്ല, 2 കൊരിന്തോസ് 10:15, അന്യരുടെ പ്രയത്നഫലം സ്വയക്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ, നിന്നിൽ ഫലമുണ്ടാകാൻ നീ തന്നെ പരിശ്രമിക്കണം. ഇന്നു മുതൽ നമ്മൾ പരിശ്രമിക്കുകയാണ്, നല്ല ഫലം പുറപ്പെടുവിക്കണം. നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം. കർത്താവെ, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദൈവജനത്തിൻ്റെ മേൽ ഈ 2021 നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ആത്മാക്കളായി തീരുവാൻ ഈ മക്കൾ കൃപ തരണമേ. ഏതെങ്കിലും കാട്ടുമുന്തിരി പഴങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകാനുള്ള അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം യേശുവിൻ്റെ വിലയേറിയ തിരുരക്തം കൊണ്ട്, പാവനമായ പരിശുദ്ധാത്മാവിൻ്റെ നിത്യജീവൻ്റെ ജലം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയെ പങ്കെടുത്ത എല്ലാവരെയും നല്ല ഫലത്തിൻ്റെ കൃപയിലേക്ക് നയിക്കണേ കർത്താവെ. അവിടുത്തെ ആത്മാവിനാൽ ഇവരെ അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.